അങ്ങനെ നമ്മുടെ ശ്രീദേവിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവമംഗലത്ത് വന്നിട്ട് മീനാക്ഷിയോടും മിത്രയോടുമായിട്ട് പറയുകയാണ്, എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എല്ലാവരോടും പറയണമെന്നുണ്ട്, എന്നൊന്ന് അകത്തേക്ക് കയറാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗോമതി ആണെങ്കിൽ വന്നിട്ട് പറയുകയാണ് ദേവിയോട്, ഒരടി നീ അകത്തേക്ക് കയറരുത്, ഇറങ്ങി പോടിയെന്ന് പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് പിടിച്ചിട്ട് പുറത്തേക്ക് അങ്ങോട്ട് തള്ളി അങ്ങോട്ട് മാറ്റുകയാണ് സുഹൃത്തുക്കളെ. അപ്പോഴാണെങ്കിൽ നമ്മുടെ ശ്രീദേവി പറയണം, അമ്മ എനിക്ക് പറയാനുള്ള കാര്യം ഒന്ന് കേൾക്കുന്നു പറയുന്ന സമയത്ത് ഗോമതി ആണെങ്കിൽ വാതിലടയ്ക്കുകയാണ്. ശ്രീദേവി ആണെങ്കിൽ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ശ്രീദേവിയുടെ അച്ഛനും അമ്മയാണെങ്കിൽ ശ്രീദേവിനെ തെരഞ്ഞിട്ട് ദേവമംഗലത്ത് വരുന്ന സമയത്ത് ശ്രീദേവി ആണെങ്കിൽ വാതിൽ തട്ടിയിട്ട് കരഞ്ഞ് നിലവിളിച്ച് നിൽക്കണം കണ്ടിട്ട് അമ്മയാണെങ്കിൽ വന്നിട്ട് പറയണം, മോളെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിനക്ക് ഇതിൻ്റെ എല്ലാ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഗോമതി ആണെങ്കിൽ അകത്ത് നിന്നിട്ട് പറയണം, ലോക കള്ളനും ഭാര്യയും കൂടിയിട്ട് വന്നിട്ടുണ്ട്, ഇനി എന്തൊക്കെ പറയും, ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രീദേവിയുടെ അമ്മയാണെങ്കിൽ പുറത്ത് നിന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാഗുകയാണ്, നിങ്ങളൊന്നും ഗുണം പിടിക്കില്ല, ഗതി പിടിക്കില്ല, എൻ്റെ മോളെ ഈ നിലയ്ക്ക് എത്തിച്ചിട്ട് നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് നിങ്ങളൊന്നും കരുതണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ശപിക്കുകയും പ്രാഗും ഒക്കെ ചെയ്യാനോട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ദേവിയുടെ ഹസ്ബൻഡായിട്ടുള്ള നമ്മുടെ ആനന്ദിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. ആനന്ദാണെങ്കിൽ ഇവരെ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് കലി പിടിച്ചിട്ട് അങ്ങോട്ട് തല്ലാൻ പോകാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് അകത്തുള്ള ആളുകളൊക്കെ ആനന്ദിനെ പിടിച്ച് നിർത്താനോട്ടോ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കടാ, അവർ പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാനുണ്ട് സുഹൃത്തുക്കളെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സപ്പോർട്ടും കൂടി ചെയ്യുക. ഓക്കെ.